നമസ്കാരം. KPCC പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഇടയിലുള്ള ഒരു ഐക്യമില്ലായ്മ എത്രത്തോളമാണ് എന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ പിന്നെ ഇന്നയാള് അധ്യക്ഷനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പലരും പരസ്യമായിട്ട് രംഗത്തേക്ക് വന്നു. ആ പേരുകളിൽ ആന്റോ ആന്റണിയുടെ പേരുണ്ടായിരുന്നു, അതുപോലെ തന്നെ സണ്ണി ജോസഫിന്റെ പേരുണ്ടായിരുന്നു, അതുപോലെ തന്നെ റോജി എം ജോണിന്റെ പേരുണ്ടായിരുന്നു, ബെന്നി ബെഹനാന്റെ പേരുണ്ടായിരുന്നു. പിന്നീട് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വലിയ രീതിയിലുള്ള അടികളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവസാനം കെ സുധാകരനെ മാറ്റിയിട്ട് സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, സണ്ണി ജോസഫിൽ ഈ പ്രവർത്തകർക്കൊന്നും ഒരു വിശ്വാസമില്ല എന്ന് ഈ അധ്യക്ഷ പദവി പ്രഖ്യാപിച്ച അന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. ഈ പ്രവർത്തകരുടെ വികാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. LDF 3.0 സംഭവിക്കുമെന്ന് പ്രവർത്തകർ പോലും അന്നേ ദിവസം പറയുന്നത് നമ്മൾ കേട്ടതാണ്. സണ്ണി ജോസഫ് എന്ന് പറയുന്ന അധ്യക്ഷൻ ആരാണ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ പോലും തിരഞ്ഞ പല കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു, പല പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. സണ്ണി ജോസഫിന്റെ പകരം സണ്ണിക്കുട്ടിയുടെ വരെ പടം ഷെയർ ചെയ്ത പല പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയ ശേഷം ആ അധ്യക്ഷന്റെ പടം ഒന്ന് ഇട്ടുകൊണ്ട് ഒരു ആശംസ നേർന്ന് പെട്ടെന്ന് രംഗത്തേക്ക് വരാൻ VD സതീശനും രാഹുൽ മാങ്കൂട്ടും ഒന്നും തയ്യാറായില്ല എന്നുള്ളതും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഏറെ വൈകിയാണ് ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ രംഗത്തേക്ക് വന്നതും. അങ്ങനെ കെ സുധാകരനേക്കാൾ മികച്ച ഒരു നേതാവ് സണ്ണി ജോസഫാണ് എന്ന രീതിയിലൊക്കെ പിന്നീട് ഒരു വലിയ രീതിയിലുള്ള ഗീർവാണം അടിച്ച് രംഗത്തേക്ക് വന്നെങ്കിലും പ്രവർത്തകരൊക്കെ ഇവരെ മെനക്കെടുത്ത് ഒട്ടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോ പല പ്രവർത്തകരും VD സതീശന്റെ ഈ പ്രതിപക്ഷ സ്ഥാനം അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. കെ സുധാകരന്റെ ഈ KPCC അധ്യക്ഷ സ്ഥാനം പോകാൻ കാരണം അത് പ്രതിപക്ഷ നേതാവാണ് എന്ന രീതിയിലുള്ള ഒരു സംസാരം കൂടി നമുക്കറിയാം കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. കാരണം ഇവർ തമ്മിലും എപ്പോഴും അടിയായിരുന്നു. പലയിടങ്ങളിലും വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പോലും അറിയാമല്ലോ പല രീതിയിലുള്ള അടിയും ഇടിയും ഒക്കെ നടത്തിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൈക്കിന് വേണ്ടി തെറിവിളി നടത്തിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും പല ഘട്ടത്തിലും നമ്മൾ പല രീതിയിലുള്ള പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും കെ സുധാകരന് കോൺഗ്രസിനകത്ത് ഒരു വലിയ ഒരു ബെൽറ്റ് ഉണ്ട്. അവരെല്ലാവരും ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നു. കെ സുധാകരന്റെ ഈ പറയുന്ന പോലെ KPCC അധ്യക്ഷ സ്ഥാനം പോയെങ്കിൽ, അല്ലെങ്കിൽ അത് പോയി ഇഴുത്തു കളഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് എന്തായാലും VD സതീശനെ മാറ്റി മറ്റാരെങ്കിലും വെക്കണം എന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്നില്ല എന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നു. പലപ്പോഴും BJP അനുകൂലമായിട്ടുള്ള പല പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ. അത് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്തു എന്നൊക്കെയാണ് ചില ആളുകളൊക്കെ കെ സുധാകരനെ പറ്റി പറയുന്നത്. ഈ സ്ഥാനം മാറ്റിയതുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് BJPയിലേക്ക് പോകും, RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നൊക്കെ അധ്യക്ഷനായ ശേഷം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ സുധാകരൻ, നമുക്കറിയാം. എന്നാൽ VD സതീശൻ സമാനമായ രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയല്ലേ. നോക്കൂ, ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ ആരാണ് പങ്കെടുക്കാൻ പോകുന്നത്? നമ്മുടെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശൻ കോൺഗ്രസ് നേതാവല്ലേ? ആരാണ് ഗോൾവാക്കർ? ഗാന്ധിവധവുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയല്ലേ? അങ്ങനെ ഒരാളുടെ പരിപാടി, ജന്മശതാബ്ദി പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു കോൺഗ്രസ്സുകാരൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നോക്കൂ എത്രത്തോളം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. മാത്രവുമല്ല, കേരളത്തിൽ എന്തോരം നേതാക്കളുണ്ട്, ആ നേതാക്കളൊന്നും വേണ്ട, VD സതീശൻ മതി എന്ന് RSS തീരുമാനമെടുക്കുന്നു. അങ്ങനെ RSS ഈ പരിപാടിക്ക് VD സതീശനെ വിളിക്കുന്നു. അത് വലിയ വാർത്തയാകുന്നു. ഇന്നും ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും VD സതീശന്റെ പേര് പറയുന്നു. അപ്പോഴും VD സതീശനെ മാറ്റേണ്ടതില്ല എന്ന ഒരു വിഭാഗം ആളുകൾ ചില നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന തന്നെയാണ് ഈ പറയുന്ന പല കോൺഗ്രസ് നേതാക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ കോൺഗ്രസ്, അതായത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ആയ ശേഷം ഈ കോൺഗ്രസിന് എന്തെങ്കിലും രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ തന്നെ ഇടതുമുന്നണിയിലേക്ക് പോയി കഴിഞ്ഞു. ചില നേതാക്കൾ BJPയിലേക്കും പോയി കഴിഞ്ഞു. എന്നിട്ടും പ്രതിപക്ഷ നേതാവിന്റെ ധാർഷ്ട്യത്തിന് ഒരു കുറവുമില്ല. പ്രതിപക്ഷത്താണ് താങ്കൾ ഇരിക്കുന്നത് എന്ന ബോധ്യം ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന് വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പ്രതിപക്ഷ നേതാവൊക്കെ സ്വാഭാവികമായും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഏത് ലോകത്താണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. 2026 ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയുന്ന VD സതീശന് ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തെ ഏത് രീതിയിലേക്ക് മാറ്റും, ഏതൊക്കെ രീതിയിലുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കും, ഞങ്ങളുടെ കേരളത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നൊന്നും ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരു എല്ലാ കേരളത്തിന്റെ മുന്നോട്ടുള്ള എല്ലാ പോക്കിനെ പറ്റിയും നല്ല ദീർഘവീക്ഷണമുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് പോലുള്ള ഒരു കാഴ്ചപ്പാട് ഇത് മറുപക്ഷത്ത് കോൺഗ്രസിൽ ഇല്ല എന്നുള്ളതാണ് ഇതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത്. എന്തായാലും പിണറായി വിജയനെ താഴെ ഇറക്കാൻ
കഴിയാതെ കെ സുധാകരൻ താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവർക്കിടയിൽ വലിയ പടലപ്പിണക്കങ്ങളും വലിയ രീതിയിലുള്ള അടികളും ഇടികളും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മഴവിൽ മുന്നണികളെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് LDF സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയും എന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് എന്നാണ് പ്രവർത്തകർ പറയുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കെ സുധാകരനെ പോലുള്ള ആളുകൾക്കൊക്കെ കടുത്ത അമർഷം നിലവിലുണ്ട് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഷാഫി പറമ്പിൽ സുധാകരനെ കാണാൻ ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ആ ദൃശ്യങ്ങളിൽ എന്താണ് കാണുന്നത്? മാധ്യമപ്രവർത്തകരെ ആരാണ് കൊണ്ട് കയറ്റിവിട്ടതെന്ന് ചോദിക്കുന്നു, ഞാൻ പിന്നോട്ട് പോയെന്ന് പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ പുറത്ത് നിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇടുന്ന കമന്റുകൾ സിംഹം കരയരുത് എന്നുള്ളതാണ്. സിംഹം കരഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാണ്, കോമാളി കരഞ്ഞാൽ ജനങ്ങൾ ചിരിക്കും എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ്, പല കമന്റുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും നന്നാവുന്നില്ല എന്നുള്ളതാണ്. സംഘപരിവാറിനെതിരെ അതിശക്തമായിട്ട് പോരാടാനായി അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സംഘപരിവാറിനെതിരെ അതിശക്തമായിട്ട് പോരാടുന്ന LDF സർക്കാരിനെ നിർവീര്യമാക്കാൻ അവർ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഒരു ഒക്കച്ചങ്ങായി ബന്ധം വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ പോലും BJPയെ കോൺഗ്രസ് വിമർശിക്കുന്നില്ല കേരളത്തിൽ എന്നുള്ളതാണ്. ഇതൊക്കെ പൊതുവെ ജനങ്ങൾ കാണുന്നുണ്ടെന്ന്. ഇന്ന് കേരളം നേരിടുന്ന, അല്ലെങ്കിൽ കേരളം ഇപ്പോൾ ഏറ്റവും ശ്രദ്ധയോടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? സംഘപരിവാർ വർഗീയ രാഷ്ട്രീയത്തെ എങ്ങനെ ചെറുക്കാം എന്നുള്ളതാണ്. അങ്ങനെ സംഘപരിവാർ വർഗീയത വലിയ തോതിൽ തന്നെ ഇവിടെ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമം നടത്തുമ്പോൾ അതിനെ ഒരു മുന്നണി പ്രതിരോധിക്കുമ്പോൾ ആ LDF മുന്നണിയെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും? ജനങ്ങൾ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കും. ഒപ്പം ഇവിടെ നടന്നിട്ടുള്ള പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, പല രീതിയിലുള്ള അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? കോൺഗ്രസ് ആ വിഷയങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസിന്റെ സംഭാവനകൾ ഇത്തരം വിഷയങ്ങളിൽ ഒരു നവകേരളം പടുത്തു ഉയർത്തുന്നതിൽ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ വളരെ ദൗർഭാഗ്യകരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അമ്പയെ പരാജയമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സണ്ണി ജോസഫിനെ ഇവിടെ അധ്യക്ഷനാക്കി നിർത്തുമ്പോൾ സ്വാഭാവികമായും സണ്ണി ജോസഫിനേക്കാൾ കുറച്ചുകൂടി മിടുമിടുക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരെ തഴയുമ്പോൾ അവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും ദുർബലരായിട്ടുള്ള അധ്യക്ഷന്മാരെ വെച്ചുകൊണ്ട് അവസാനം അവിടെ കോൺഗ്രസിനെ ദുർബലരാക്കി BJPയെ വളർത്തുന്ന ഒരു നിലപാട് പലപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പല നീക്കങ്ങൾ നമ്മുടെ കേരളത്തിൽ നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിരവധി പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നിട്ടും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കോൺഗ്രസ് പോകുന്ന സമയത്ത് അപക്വമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ദുർബലനായിട്ടുള്ള ഒരു അധ്യക്ഷനെ എന്തായാലും കോൺഗ്രസ് അധ്യക്ഷനാക്കുകയില്ലായിരുന്നു. എന്താണ് മല്ലികാർജുൻ ഖർഗെ ലക്ഷ്യമിടുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ 2026 തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരണം. ആ റിസൾട്ടിൽ BJPക്ക് വല്ല സീറ്റുകൾ ഇവിടെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും മല്ലികാർജുൻ ഖർഗെ ലക്ഷ്യമിട്ടത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.